അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ ചാനലായ AVG വ്ളോഗിലേക്ക് സ്വാഗതം. എനിക്ക് ഓൾറെഡി ഒരു ചാനൽ ഉണ്ടായിരുന്നു കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു PSC ആസ്പിറൻ്റാണ്. അപ്പം PSC സംബന്ധമായ മോട്ടിവേഷൻ ആകട്ടെ, സ്റ്റഡി ആകട്ടെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും പിന്നെ നമ്മൾ അല്ലാതെ ഡെയിലി ലൈഫിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം കൂടെ ആഡ് ചെയ്തു ഒരു ചാനൽ തുടങ്ങാൻ ഉദ്ദേശിച്ചാണ് തുടങ്ങിയത്. പക്ഷേ എനിക്ക് ഈ എക്സാമുകളൊക്കെ ഇങ്ങനെ അടുത്ത് വരുന്ന ടൈം ആയതുകൊണ്ട് എനിക്ക് പഠിക്കാൻ ടൈം കിട്ടുന്നില്ല, വീഡിയോയും ചെയ്യണം. അപ്പം ഞാൻ എന്തോ ഇത് പഠിത്തത്തിലേക്ക് അങ്ങ് മുഴുകി. നമുക്ക് ഇതിനേക്കാളും പ്രാധാന്യം എനിക്ക് ഒരു ഗവൺമെൻറ് ജോലി കിട്ടുക എന്നതായിരുന്നു. അതുകൊണ്ട് ഞാൻ പഠിത്തത്തിലേക്ക് അങ്ങ് മുഴുകി. വീഡിയോ ഒക്കെ ചെയ്യാം, സമയമുള്ളപ്പോൾ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ അവസാനം ഒരു ചാനൽ തുടങ്ങിയിട്ട് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു ചാനൽ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് റീൽസൊക്കെ ഡബിങ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു വീഡിയോസൊക്കെ ആഡ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ടൈം കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ അതോടെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അപ്പം ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങിയതാണ്. ഇത് ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുഞ്ഞും, ഞങ്ങളുടെ ഫാമിലി കുഞ്ഞൊരു ഫാമിലിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു ചാനൽ തുടങ്ങിയതാണ്. അപ്പം നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ നിങ്ങളങ്ങ് അറിയിക്കണം കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ഫാമിലിയിലോട്ട് വരുന്ന ഒരു മെമ്പർ എന്ന നിലയിലാണെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നവരായിരിക്കുമല്ലോ നമ്മുടെ ഫാമിലിയിലോട്ട് വരുന്നത്. അപ്പം എന്ത് പോരായ്മ ഉണ്ടെങ്കിലും നിങ്ങൾ അറിയിക്കണം കേട്ടോ. അതും മെച്ചപ്പെടുത്തി നമുക്ക് മുമ്പോട്ട് പോകാമല്ലോ. എനിക്ക് അങ്ങനെ വലിയ വീഡിയോ ഒക്കെ ചെയ്തുള്ള പരിചയമൊന്നും ഇല്ല കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല. വീഡിയോ എങ്ങനെ അത് ഏതൊക്കെ പൊസിഷനിൽ വെച്ചാണ് ഇത് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പം പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു ഇത് തുടങ്ങുമ്പോൾ ആദ്യമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടാകും. പിന്നെ അത് നമ്മൾ പഠിച്ചോടിച്ചിടുമ്പോഴേ അത് ഒരു മെച്ചപ്പെട്ട രീതിയിലോട്ടാവത്തുള്ളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. താങ്ക് യു.